ആയിക്കോട്ടെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിത് മലയാളം OTT അപ്ഡേറ്റ്സ് അല്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇന്നലെ തൊട്ടേ കേൾക്കുന്നുണ്ട്. മാർക്കോൻ്റെ അപ്ഡേറ്റ്, അതായത് മാർക്കോ റിലീസായി യെസ്റ്റർഡേ. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും. എന്തായാലും ചെറുപ്പക്കാർക്കൊക്കെ വളരെ കട്ട വെയിറ്റിംഗ് ഉള്ള ഒരു സിനിമയായിരുന്നു. അത് വലിയ ഹൈപ്പിലൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്താ ആ വലിയ ഹൈപ്പിൽ വരാത്തതുകൊണ്ടാവാം കയറി കൊളുത്തിയിട്ടുണ്ട് പടം. നല്ല സൂപ്പർ ഡൂപ്പർ പടം, വയലൻസ് പടം. ഇതേമാതിരത്തെ ഒരു മലയാള പടം വയലൻസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് കണ്ടിറങ്ങിയ എല്ലാവരും ഞാനടക്കം പറയുന്നു സൂപ്പർ പടം, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു പടം, ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം ഇറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അത്രയും ബ്രൂട്ടലായിട്ട് അവൻ മാക്സിമത്തിൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഉണ്ണിമുഖത്തെ ആ ഒരു കൊടുക്കുന്ന ക്യാരക്ടർ പൊളിച്ചട്ടിക്കിനി, ഒന്നും പറയാനില്ല. മലയാളത്തിൽ ആക്ഷൻ ചെയ്യാൻ ഇനി ഉണ്ണിമുകുന്ദനെ കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് ധൈര്യത്തിൽ പറയാം. കാരണം ഒറ്റക്കടിച്ച് വന്നവരാളാന്നെല്ലാം പറയുന്ന കാര്യം. വേറെ ഇതിനകത്ത് ഈ പടത്തിനെ പറ്റിയിട്ട് വെളിങ്ങനെ അവർ പറഞ്ഞത് അത് തെളിയിച്ച് ഈ പടം എന്താണെന്നുള്ളത്. ഇപ്പോൾ ടീസറിൽ ഫസ്റ്റ് കാണിച്ചത് ഉണ്ണിമുകുന്ദൻ തലയാട്ടം വെട്ടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെറുങ്ങനെ നമ്മളെ പ്രേക്ഷകരെ ആ തിയേറ്ററിൽ എത്തിച്ച് അതാണ് വിഷയം. കാരണം വെച്ചാൽ എന്താണ് ആ പടത്തിലുള്ളത്, അതായത് സെൻസർ ബോർഡ് 2 പ്രാവശ്യം കട്ട് ചെയ്ത് 18+ അങ്ങനെയെല്ലാം കൊടുത്ത് ഇറങ്ങണ്ടെങ്കിൽ ആ പടം എന്തായിരിക്കും. അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഞാനടക്കം ഞാനിന്ന് അവർ മോശമില്ലാത്തൊരു പടമായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കട്ട ഭീകരതയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പടം ഒന്ന് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടോ. കാരണം അത് മസ്റ്റ് വാച്ചാണ്. പിന്നെ വെച്ചാൽ കുട്ടികൾ കൂട്ടിയിട്ട് മാക്സിമം പോകാണ്ടിരിക്കുക. കാരണം ലേഡീസിന് തന്നെ പറ്റുന്നില്ല. ഇപ്പോൾ തിയേറ്ററിൽ ഇരുന്നിട്ട് ഓരോരുത്തർ കൂവുന്നെല്ലാം ഒച്ച കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹൊറർ ഫിലിം കാണുന്ന ഒരു അനുഭൂതിയിലാണ് അധികം ആൾക്കാരും കണ്ടത്. കാരണം അത്രയും ഭയാനകമാണ്. ഞാനത് തമാശ ലെവലിൽ പറയുന്നില്ല. ചില കൂട്ടർക്ക് ഇപ്പോൾ ലോല ഹൃദയന്മാർ എന്നെല്ലാം പറയുന്നില്ലേ, ഇപ്പോൾ അധികം ഉള്ളിലൊരു സ്ട്രെങ്ത് ഇല്ലാത്ത, അതായത് ഒരു പാവങ്ങൾ അങ്ങനെയുള്ള ടീമൊന്നും മാക്സിമം കണ്ടോ. പക്ഷെ ഇതാണ് സിനിമ, കാണാതിരിക്കുന്നതായിരിക്കും. പക്ഷെ അത്രയും ഇതുണ്ട് ഓരോരോ സീനുകളും. സെക്കൻഡ് ഹാഫൊന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫൊന്നും ഒരു ലാസ്റ്റുള്ള ഒരു 20 മിനിറ്റ് ഉണ്ട് പടത്തിൻ്റെ ക്ലൈമാക്സ്. എൻ്റെ മോനെ ഭയാനക്കാണ്. കയറി ഇങ്ങനെ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ആ പടം പോയി ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. അതായത് ഒരൊറ്റ കാര്യം പടത്തിനെ പറ്റിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞത് അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 20 ഇരട്ടി കില്ല് പിന്നെ അങ്ങനത്തെ ഒന്നും ഇതിൻ്റെ അടുത്ത് ഒന്നുമല്ല. ഇപ്പം ഇതിനിടയ്ക്ക് ബോഗൻവില്ലയിൽ ഇതേമാതിരത്തെ ഒരു ചെറിയ കുറച്ച് നേരം ഇതിൻ്റെ ഒരു 1% അത്രയേ അതിനകത്ത് ഇതിനെ ബോഗൻവില്ലയിലും കാണിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയും. വേറൊരു സിനിമ, മലയാള സിനിമ ഇതേമാറ്റൊന്നും ഇറങ്ങിയിട്ടില്ല. അത് ഗ്യാരണ്ടി. ഇന്ത്യൻ സിനിമയിൽ ഇതെന്തായാലും ആ ഒരു ഭീകരമായ സിനിമകളിൽ, അത് ക്രൈം സ്റ്റോറികളിൽ ഇതും ആ കൂട്ടത്തിൽ പെടും. അത് 100%. അത് അത്രക്കും നല്ല റേഞ്ച് പടമാണ്. ഈ പടത്തിൻ്റെ മുന്നോടിയായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ പടത്തിൽ ഗാങ്സ്റ്റേഴ്സ്, അതിൻ്റെ അത് നടക്കുന്ന ഫാമിലി, അതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ റിവെഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ വില്ലനിസം, വില്ലന് നേരെ എങ്ങനെ. പിന്നെ ഒരു കാര്യം, എന്തായാലും വില്ലന് പണി കിട്ടുമെന്നറിയാം. അത് ഏത് ലെവലിലായിരിക്കും കൊടുക്കുന്നതെന്ന് മാത്രമേ ചിന്തിക്കണ്ടു. ഇതിൻ്റെ അകത്ത് ഏത് ലെവലിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ആ റേഞ്ചിലേ ചിന്തിക്കണ്ടു. അപ്പോൾ പടത്തിൽ കഥ ആരും ഇങ്ങനത്തെ പടത്തിൽ ആരും കഥ പ്രതീക്ഷിച്ച് പോകാറില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഒരു ക്രൈം സ്റ്റോറിയിൽ നടക്കുന്ന കഥ ഇതിൻ്റെ അകത്തും ഉണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ തിരിയും. കഥയായിട്ടൊന്നും പോകണ്ട, പക്ഷേങ്കിൽ വയലൻസ് അത് ശരിക്കും ഇതിന് ചേരും. ഐ ഡോണ്ട് ലൈക്ക് എന്നെല്ലാം പറയുന്ന മാതിരി ഇത് ലൈക്കാണ്. ഒന്നും പറയാനുള്ള സുഹൃത്തുക്കളെ ഈ പടത്തിനെ പറ്റിയിട്ട്. പറഞ്ഞത് അവർ കാണിച്ചതിന് 10 ഇരട്ടിയല്ല 100 ഇരട്ടി പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് ഫ്ലോപ്പായിട്ട് പോയിട്ടില്ല. പടം കയറി കൊളുത്തിന്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ 1 ടൈം വാച്ചബിൾ ഫിലിം 100% ഗ്യാരണ്ടി. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഗ്യാരണ്ടി, അത് ഉറപ്പ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.